മുന്നിലുള്ള മാച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. കാർത്തിക് ശർമ്മ വരുന്നു, 6 അടിക്കുന്നു, 4 അടിക്കുന്നു, പോകുന്നു, ആ ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ആദ്യം ഒന്ന് അടിച്ചു, പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ ഋതുരാജ് ഗായിക്കോട് പറഞ്ഞു, കളിയൊന്നും മെല്ലെ കളിച്ച് നമുക്ക് ജയിച്ചാൽ മതി, ഇന്നത്തെ മാച്ച് എങ്ങനെയായാലും ജയിക്കണം എന്നുള്ളൊരു ആ ഒരു ഇന്റന്റ് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ആള് പിന്നീട് അങ്ങോട്ട് കൂളായിട്ട് കളിച്ച് അഗ്രഷണയ്ക്കൊന്ന് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ചേസിങ് എങ്ങനെ ചെയ്യണം, കൂളായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ കാണിച്ച് അവസാനം ആ ഒരു മാച്ചിന്റെ വിന്നിംഗ് റൺ പോലും കാർത്തിക് ശർമ്മയുടെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഡേ കാർത്തിക് ശർമ്മയുടെ ഡേ ആണ്. കാരണം CSK ടീമിൽ വന്നിട്ട് ആളുടെ ആദ്യത്തെ ഒരു കിടിലൻ പെർഫോമൻസ് ആണ്. അതും ഇന്ന് 50 അടിക്കാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുംബൈ ബോളേഴ്സിൽ അത്യാവശ്യം എല്ലാവർക്കും അടിയിട്ടുണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയത് നമ്മുടെ ട്രെൻഡ് ബോൾട്ട് തന്നെയാണ്. 3.1 ബോൾ ചെയ്ത സമയത്ത് 37 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 11 മേലെയാണ് ആളുടെ ഒരു എക്കണോമി റേറ്റ്. ട്രെൻഡ് ബോൾട്ടിന് കൂട്ടായിട്ട് നമ്മുടെ ക്രിഷ് ബക്കത്തും ഉണ്ടായിരുന്നു. 2 ഓവറേ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 22 റൺസ് ആൾ കൊടുത്ത്, വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. 11 തന്നെയായിരുന്നു ആളുടെയും എക്കണോമി. എന്നത്തെയും പോലെ തന്നെ അല്ലാ ഗസൻഫർ ഇന്നും 4 ഓവറിൽ 40 റൺസ് കൊടുത്താണ് ഒരു വിക്കറ്റ് എടുത്തത്. ആള് എനിക്ക് തോന്നിയേക്കണേ ഭയങ്കര എക്സ്പെൻസീവ് ആവാറുണ്ട് ചില മാച്ചിലേക്ക്. കഴിഞ്ഞ മാച്ചിലേക്ക് എനിക്ക് 50 മേലേക്ക് റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വിക്കറ്റ് എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ. ഇന്ന് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറവാണ്, ഒരു 10 ഉണ്ടായിരുന്ന റേഞ്ച്. പക്ഷെ എന്നാലും വിക്കറ്റ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഹർദിക് പാണ്ഡ്യ അത്യാവശ്യം നല്ല ബോളിംഗ് ആയിരുന്നു. 2 ഓവറിൽ 17 റൺസേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഏറ്റവും കുറവ് എക്കണോമിയിൽ ബോൾ ചെയ്ത് ഇന്ന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള രഘു ശർമ്മയായിരുന്നു. 4 ഓവറിൽ 24 റൺസേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ജസ്പ്രീത് ബുംറ ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്ത് 3 ഓവറിൽ 20 റൺ കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റാണ് നമ്മുടെ സഞ്ജു സാംസന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ ഇമ്പാക്ട് ഇന്ന് പിന്നെയും ഉണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി ചില മാച്ചസ് ഈ സീസണിൽ വെച്ച് നോക്കുന്ന സമയത്ത്. അങ്ങനെ സഞ്ജു സാംസൺ ഫോം ആവാത്ത ഒരു മാച്ച് CSK ഇന്ന് ജയിച്ചിരിക്കുകയാണ്. അത് നല്ലൊരു സൈനാണ്, പോസിറ്റീവ് സൈനാണ്. ഓരോ പ്ലേയേഴ്സ് ഇങ്ങനെ വളർന്നു വരികയാണ് CSKയിൽ. ഓരോ പ്ലേയേഴ്സും അവരവരുടെ ആ ഒരു സ്ലോട്ടിൽ ഏതൊക്കെ ബാറ്റിംഗ് പൊസിഷനിൽ ഇറങ്ങണമെന്നും അവർ ഏതൊക്കെ ബാറ്റിംഗ് പൊസിഷനിൽ നന്നായിട്ട് കളിക്കണമെന്നും, അതുപോലെ തന്നെ ബോളിംഗിലാണെങ്കിലും എത്ര നല്ല, പ്രത്യേകിച്ച് ഇന്ന് അഖിൽ ഹുസൈൻ ഇല്ലാതെ പോലും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആർക്കൊക്കെ പകരമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നും ആരൊക്കെ ഏതൊക്കെ പിച്ചിൽ കളിക്കാൻ പറ്റും എന്നുള്ളത് ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും ചെന്നൈക്ക് മനസ്സിലാക്കി വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഇത്രയും ഒരു 9 മാച്ചസ് കഴിയുന്ന സമയത്ത്. അപ്പൊ എന്തായാലും ഇതൊരു പോസിറ്റീവ് സൈനാണ് CSKക്ക്. ഇനിയുള്ള മാച്ചസിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത മാച്ചസ് ഒക്കെ വരാനിരിക്കുകയാണ്. ഇതേ ഒരു വിന്നിംഗ് മൊമെന്റ് ഇനിയുള്ള മാച്ചസിലും പിടിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ പ്ലേ ഓഫിലൊക്കെ കയറാൻ ചാൻസ് ഉള്ള ഒരു ടീം തന്നെയാണ് ശരിക്കും CSKയുടെ എല്ലാവരും അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് ഫോമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗംഭീര ടീം തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത് ഇന്നത്തെ മാച്ചിൽ അല്ലെങ്കിൽ ജയിച്ച മാച്ചിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്നത്തെ മാച്ച് കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്തായിരുന്നു ഇന്നത്തെ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റിൽ അറിയിക്കാം.